കണ്ടില്ലേ? ഇങ്ങനെ കളിച്ചു നടന്നതിന്റെ തിക്തഫലമാണിത്. ആ വീട്ടിലെ കുട്ടി എത്ര നന്നായാണ് പഠിക്കുന്നത്. പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടിയോട് ഉമ്മ പറഞ്ഞതാണിത്. മറ്റൊരിക്കൽ വീട്ടിലൊരു അതിഥി വന്നപ്പോൾ അതിഥി തൻ്റെ കൂടെ ഉണ്ടായിരുന്ന കുട്ടിയെക്കുറിച്ച് പറഞ്ഞു, ഇവൻ ഫസ്റ്റ് ക്ലാസ്സോടെ എൻട്രൻസ് പാസ്സായി. ഇത് കേട്ട ഉമ്മ വീണ്ടും ആവർത്തിച്ചു, ഇവിടെയുണ്ടൊന്ന്, അവൻ്റെ കാര്യം കണ്ടറിയണം. സാധാരണ കുട്ടികൾ പഠനത്തിൽ പിന്നോക്കം നിൽക്കുമ്പോൾ നമ്മൾ ചെയ്യുന്നതാണിത്. മറ്റുള്ളവരെ കൊണ്ട് കുട്ടികളെ താരതമ്യം ചെയ്യുക, അതവരോട് പറയുക. ശരിക്കും നമ്മുടെ കുട്ടികളൊക്കെ നന്നായി വരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ. എന്നാൽ ഈ ഒരു കാര്യം കൊണ്ട് കുട്ടികളിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാവുമോ? ഇല്ല എന്ന് മാത്രമല്ല, കുട്ടികൾ കൂടുതൽ പിന്നോട്ടടിക്കാൻ ഇത് കാരണമാവുകയാണ് ചെയ്യുക. കുട്ടികളുടെ മനസ്സിനെ ഇത് മുറിവേൽപ്പിക്കുകയും കുട്ടികളെ ഇതിൽ നിന്നെല്ലാം പിറകോട്ടടിക്കാൻ ഇത് കാരണമാവുകയും ചെയ്യും. അപ്പോൾ നമ്മൾ പ്രത്യേകം ഈ കാര്യം ശ്രദ്ധിക്കണം. കുട്ടികളിൽ മാറ്റം ഉണ്ടാവാൻ വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും? ഇനി പല കുട്ടികളും പലതരത്തിലാണ്, അവരുടെ ബുദ്ധിയും കാര്യങ്ങളൊക്കെ പല രീതിയിലായതുകൊണ്ട് ചിലപ്പോൾ പഠനത്തിൽ പിറകോട്ടാണെങ്കിലും മറ്റ് ചില കാര്യങ്ങളിൽ നമ്മുടെ കുട്ടി മുൻപന്തിയിൽ ഉണ്ടാകും. ആ വിഷയത്തിൽ കുട്ടിയെ വളർത്തിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുകയും പ്രോത്സാഹനം നൽകുകയും ചെയ്യുക. അല്ലാതെ കുട്ടികളെ താരതമ്യം ചെയ്ത് മറ്റുള്ളവരോട് താരതമ്യം ചെയ്തുകൊണ്ട് അവരിൽ നിരാശ ഉണ്ടാക്കുന്നത് കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. നമ്മുടെ കുട്ടിയുടെ കഴിവുകൾ കണ്ടറിഞ്ഞ് അതിനെ പ്രോത്സാഹിപ്പിക്കുകയും അതിൽ കുട്ടിയെ പ്രതിഭയാക്കുകയും ചെയ്യുക. അതിനു വേണ്ടി നമ്മൾ ശ്രമിക്കുക. ഓക്കെ, മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.